ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഞാൻ കുറച്ച് നാളെ ലോങ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ ഇന്ന് പെട്ടെന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് അവളുടെ സങ്കടം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാനപ്പോൾ അത് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മൾ സ്ത്രീകൾ കുറേ പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ രാവിലെ കണ്ണ് തുറന്നത് മുതൽ രാത്രി കിടക്കണ വരെ ഫുള്ള് പണിയിലാണ് അല്ലേ. നമ്മൾ ഫുള്ള് പണിയെടുക്കൽ, അത് ചെയ്യൽ. കാരണം ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കണം, പാരൻസിൻ്റെ കാര്യങ്ങൾ നോക്കണം, പിള്ളേരുടെ കാര്യങ്ങൾ, അവരുടെ ഫുഡ്, പിന്നെ അലക്കൽ, പാത്രം കഴുകൽ, ഒരുപാട് നമ്മളൊക്കെ ശരിക്കും പറയണമെങ്കിൽ ഒരു അത്രമാത്രം പണികൾ നമ്മൾ വീടുകളിൽ ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷേ ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? എല്ലാവരും നല്ല സന്തോഷമായിട്ട് ഒരുമിച്ച് ഒരുപോലെ പോകണം എന്നാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഒരുപോലെ കൊണ്ടുപോകാൻ ശ്രമിച്ചു കഴിയുമ്പോൾ അവിടെ ഒരാളുടെ ഏതെങ്കിലും ഒരു മെമ്പറിൻ്റെ മുഖം മാറിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ടും നമ്മളും സാഡാവും അല്ലേ. നമുക്ക് സങ്കടവും, അയ്യോ എന്നാൽ എന്താണാവോ അവരുടെ മുഖം മാറിയിരിക്കുന്നത്, നമ്മൾ എന്തെങ്കിലും തെറ്റായിട്ടെന്തെങ്കിലും ചെയ്തോ, എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റണില്ലല്ലോ, അതെന്താണാവോ? അങ്ങനെ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മളിലേക്ക് തന്നെ ചോദിക്കും. ശരിയല്ല ഞാൻ പറഞ്ഞത്? അങ്ങനെ തന്നെയാണ് ഒരുവിധം എല്ലാവരും അങ്ങനെ തന്നെയാണ്, ഞാനുൾപ്പെടെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധവും നമ്മളുടെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ പേടിക്കണേ? നമ്മളിപ്പോൾ അങ്ങനെ ഒരാൾ ക്യാരക്ടർ അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാം. അത് അവരുടെ നേച്ചറാണ്. നമ്മളെ കൊണ്ട് അവരെ നന്നാക്കാൻ പറ്റില്ല. അത് അവരുടെ, ഇപ്പോൾ നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അതൊന്നും കാണാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് അതിൽ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അത് വലുതാക്കി ഊതിപ്പെരിപ്പിച്ച് ഭയങ്കര സംഭവമാക്കുക. അതൊക്കെ ചിലവരുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. നമ്മൾ എന്തോരം ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെ നന്നാക്കാൻ പറ്റില്ല. അത് അവരങ്ങനെയാണ്. അവർ തന്നെ ചിന്തിക്കണം, അവർ തന്നെ വിചാരിക്കണം, അയ്യോ ഇത്രയൊക്കെ അവർ ചെയ്യുന്നുണ്ടല്ലോ, അവൾ ചെയ്യുന്നുണ്ടല്ലോ, ഇത് അങ്ങനെയൊക്കെ വിചാരിക്കണം എന്നുണ്ടെങ്കിൽ അത്ര വലിയ മനസ്സായിരിക്കണം. ചില ആളുകൾ അങ്ങനെയാണ്. നമ്മൾ ഒരുപാട് അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഡൗണായി പോവുകയുള്ളൂ. നമുക്കൊരിക്കലും സന്തോഷം നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക, ഇവരിങ്ങനെയാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായും ആത്മാർത്ഥതയോടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പ്രശ്നം? പിന്നെ അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടി അല്ല. അവരിപ്പോൾ ആ തെറ്റുകൾ മാത്രം ഫോക്കസ് ചെയ്ത് അതിനെ മാത്രം മുറുകെ പിടിച്ച് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ പൊക്കോട്ടെ, അവർ ആ വഴിക്ക് വിടുക, അത്രേ ചെയ്യാനുള്ളൂ. അല്ലാതെ അത് കണ്ട് അയ്യോ എന്താണാവോ എന്നാലും എന്ന് വിചാരിച്ചിട്ട് ഞാനിനി എന്താ ചെയ്തതെന്ന് വിചാരിച്ചാൽ അതൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ സ്ത്രീകളുടെ ഉത്തരവാദിത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പൊതുവേ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലെല്ലാവരും സന്തോഷമായിട്ടിരിക്കണം അല്ലേ. അതിനുവേണ്ടി നമ്മൾ മാക്സിമം നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കും അല്ലേ. നമ്മൾ എത്ര നാളായി നമ്മുടെയൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള, അതായത് നമ്മൾ പഠിക്കുന്ന സമയത്തുള്ള പാട്ടുകളൊക്കെ കേട്ടിട്ട് എത്ര നാളായി? അതൊക്കെ ഒന്ന് കേൾക്കുക. അതൊക്കെ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് പോയിരുന്ന് അതൊക്കെ ഒന്ന് ആസ്വദിക്കുക, കേൾക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകളും കുറേ കാര്യങ്ങൾ, സന്തോഷം, മനസ്സിനൊരു തണുപ്പ് ഫീൽ ചെയ്യും. അതുള്ളതാണ്, അത് ഒരു സത്യമാണത്. നിങ്ങളതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ അതുപോലെ എല്ലാവരും നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടോ? ആര് കുടിക്കാനല്ലേ? എല്ലാവരുടെയും കുറേ കൂടി ഓടി നടക്കുന്ന സമയത്ത് വെള്ളം കൂടിയില്ല, വേറെ ഒന്നുമില്ല, സ്കിൻ കെയർ ഇല്ല, ഹെയർ കെയർ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അടുക്കളയിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ആരോഗ്യം നോക്കാം. ഇടയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുക. നമ്മൾ തന്നെ തീരുമാനിക്കുക ഇത്ര സമയം വെച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ നമ്മൾ തന്നെ സ്വയം കണ്ടെത്തുക. നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നമ്മൾക്കില്ലേ ആഗ്രഹം? നമ്മളുടെ ആഗ്രഹങ്ങൾ നമുക്ക് പൂർത്തിയാക്കണമെന്ന് നമ്മുടെ ഉള്ളിലൊരു തോന്നലില്ലേ? അതൊക്കെ നടത്തിയെടുക്കണ്ടേ? ഇങ്ങനെ ഉറങ്ങിയിരുന്നിട്ട് ഒരു കാര്യമില്ല, ഒന്നും നടക്കാൻ പോണില്ല. നമ്മൾ തന്നെ ഉണർത്ത്, നമ്മൾ തന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് നമ്മളുടെ എന്താണ് ആഗ്രഹം, പഠിക്കാനാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ബിസിനസ്സോ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുക. നമ്മളത് ഇങ്ങനെ ഉറങ്ങിയിരുന്നിട്ട് ഒരു കാര്യമില്ല. ആ സമയത്ത് നമ്മളെ വന്നിട്ട് മോളെ നീ അത് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നീ അത് പഠിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ആരും ഉണ്ടാവില്ല. ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ചില പാരൻസോ അല്ലെങ്കിൽ ഹസ്ബൻഡോ അങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനെയുള്ളവരുണ്ടാകാം. കുറേ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന പാരൻസും ഹസ്ബൻഡും റിലേറ്റീവ്സും എല്ലാവരും ഉണ്ടാകാം. അങ്ങനെയൊക്കെ ഉള്ളവർ കുഴപ്പമില്ല. അല്ലാത്തവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അല്ലാത്തവർ സെൽഫ് മോട്ടിവേറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് എടുക്കുക. നമ്മൾ വന്ന് നീ നാളെ അതിന് ചേർന്നോളൂ, അല്ലെങ്കിൽ നാളെ ഇത് സ്റ്റാർട്ട് ചെയ്തോളൂ, അല്ലെങ്കിൽ നിനക്ക് സന്തോഷമാണ്, നീ സന്തോഷമായിട്ടിരിക്കുന്നുണ്ടെന്ന് ഒരാളും ചോദിക്കാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് വേണ്ടി നമ്മളത് പ്ലാൻ ചെയ്ത് അത് വർക്കൗട്ട് ആക്കണം. അങ്ങനെയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ചെറിയൊരു മെസ്സേജാണ്, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്